ഹലോ എവ്രി വൺ, എല്ലാവർക്കും PC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ സീരീസിലെ മറ്റൊരു ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് 5th സ്റ്റാൻഡേർഡിലെ ഒരു ക്ലാസ് ആണ് കേട്ടോ, ഒരു ചാപ്റ്റർ ആണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജോഗ്രഫി ഏകദേശം തീരാനായിട്ടുണ്ട്. നമുക്കിനി 10th കുറച്ച് ചാപ്റ്റേഴ്സും കൂടെയാണ് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് വരുന്നത് നിങ്ങൾക്കറിയാം, 10th എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് തന്നെ എല്ലാം തന്നെ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവ ഒത്തിരി സമയവും അതുപോലെ കോൺസെൻട്രേഷനും കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ എല്ലാം ഒന്നേ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്നത് പഠിച്ചെടുക്കാൻ മടുപ്പ് തോന്നിപ്പോവും. നമുക്ക് പഠിക്കണ്ടേ, അപ്പം മടുപ്പ് തോന്നിപ്പോവും. അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു ചാപ്റ്റർ അതിൻ്റെ ഇടയിലിട്ട് പഠിക്കാം. അടുത്ത ദിവസം 10th ചാപ്റ്റർ ആ ഒരു രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ഒരു ചാപ്റ്റർ ആണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടെക്സ്റ്റിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭക്ഷണവും മനുഷ്യരും എന്ന ഈ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത് ടെലിഗ്രാമിലൂടെ നിങ്ങൾ അറിഞ്ഞതാണ് ഇന്ന് ഈ ഒരു ചാപ്റ്റർ ആണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കുഞ്ഞു ചാപ്റ്റർ ആണ്. നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്റർ പഠിക്കാം, ഭക്ഷണവും മനുഷ്യരും. ഈ ഒരു ചാപ്റ്ററിൽ പണ്ടുകാലത്തെ മനുഷ്യ സമൂഹം ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നതും പിന്നീട് പാചകത്തിലേക്ക് കടന്നതും അങ്ങനെ ഭക്ഷണത്തെ വൈവിധ്യവൽക്കരിച്ചതും അങ്ങനെയുള്ളൊരു ചരിത്രം മനസ്സിലാക്കുന്ന തരത്തിലുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കുട്ടി എഴുതിയ ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡേറ്റ് ശ്രദ്ധിച്ചേ, October 16. താഴെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, എങ്കിൽ കൂടി ഡേറ്റ് ശ്രദ്ധിക്കുക. October 16 ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ, പായസം, ലഡു, ഹലുവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എന്റെ നാവിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങി തന്നു. എന്ത് രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പാണ്. ലോക ഭക്ഷ്യദിനം എന്നതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഇവിടെ ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. ഈ പിക്ചറിലൊന്ന് നോക്കിക്കേ. ആദിമകാല മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്, അവരെങ്ങനെയൊക്കെയാണ് ഭക്ഷ്യ സമ്പാദനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നത്. അവര് കാട്ടിൽ ജീവിച്ചിരുന്നു. മീൻപിടുത്തം, മൃഗങ്ങളെ വേട്ടയാടൽ, അതുപോലെ കല്ലുകളും കമ്പുകളും ഒക്കെ ഉപകരണങ്ങളായി അവർ ഉപയോഗിച്ചിരുന്നു. കൂട്ടമായി അവർ വേട്ടയാടിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഇത്തരത്തിലുള്ള വേട്ടയാടലിലൂടെ ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്തിട്ടല്ലല്ലോ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ തീയുടെ കണ്ടുപിടുത്തത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. തീയുടെ കണ്ടുപിടുത്തത്തിലേക്കുള്ള വഴിയാണിത്. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാതിരുന്നതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. ഇത്തരത്തിലാണ് ഇവരുടെ ഒരു പരിണാമഘട്ടം കാണുന്നത് അല്ലെ. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷ്യരീതിയിൽ ഉണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടി ശേഖരിച്ചും അന്നന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്താണ് അവർ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താനായി നിർബന്ധിതരായത്. അതായത് ആദിമകാലത്ത്
മൃഗങ്ങളെ ഭക്ഷിച്ചും അതുപോലെ കായ്കനികൾ ഭക്ഷിച്ചും മത്സ്യബന്ധനത്തിലൂടെ ജലാശയങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിലൂടെയൊക്കെ മത്സ്യങ്ങളെയൊക്കെ പച്ചയ്ക്ക് ഭക്ഷിച്ചുമൊക്കെയാണ് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത്. തുടർന്ന് തീയുടെ ഉപയോഗം അവർ മനസ്സിലാക്കുകയും തീ അവര് നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഈ തീ അവർക്ക് ഭക്ഷണത്തിന് മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന് അവർ ഉപയോഗിച്ചു. അത് കൂടാതെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിച്ചു, തണുപ്പ് അകറ്റാൻ അവരെ സഹായിച്ചു, ഗുഹകളിലെ ഇരുട്ടകറ്റാനായി വെളിച്ചത്തിനായിട്ടും ഇവർ ഉപയോഗിച്ചു. ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ തീയുടെ ഉപയോഗം കൊണ്ടും അവരുടെ ജീവിതം മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് മാറുകയും അന്നന്നത്തെ ആവശ്യത്തിന് മാത്രമായി ഭക്ഷണം കണ്ടെത്തിയിരുന്ന അവർ പിന്നീട് ഭക്ഷണ സമ്പാദനത്തിലേക്ക് മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് തുടങ്ങുകയും ചെയ്തു. അതെന്തുകൊണ്ടായിരിക്കും? എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ ആദിമ മനുഷ്യർ ഭക്ഷ്യ സമ്പാദനം എന്നൊരു ഐഡിയയിലേക്ക് പോയത്? ഒന്നാമത്, ഭക്ഷണത്തിന്റെ ലഭ്യത കുറവാണ്. സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ നാളത്തേക്ക് ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കി. രണ്ടാമത്, അവർക്ക് മനസ്സിലായത് ജനസംഖ്യാ വർധനവ് കാരണം അവർ ഭക്ഷണ സമ്പാദനം ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കി. മൂന്നാമത്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. പിന്നീട് നമുക്ക് പറയാം കാലാവസ്ഥാ മാറ്റങ്ങൾ, കാട്ടുതീ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ. അതുപോലെ ഇതെല്ലാമാണ് ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മുന്നോട്ട് വെക്കാൻ നിർബന്ധിതരാക്കിയ മാർഗങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യോൽപാദനത്തിലേക്ക് കടക്കുമ്പോൾ കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനുമായിട്ട് തുടങ്ങി. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ പിന്നീട് കൃഷിയിലേക്കും സ്ഥിരവാസത്തിനുമൊക്കെ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യത്തിലാണിത്. മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായിട്ടും മറ്റും മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും സസ്യങ്ങളെ പരിപാലിക്കുകയും ഒക്കെ ചെയ്തു. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. ഭക്ഷണ ആവശ്യത്തിനായിട്ട് ആദിമ മനുഷ്യർ ഇണക്കി വളർത്തിയിരുന്ന മൃഗങ്ങളാണ് ആട്, ചെമ്മരിയാട് തുടങ്ങിയവ. എന്നാൽ മനുഷ്യനോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ഏതാണ്? അത് നായയാണ് കേട്ടോ. നായയാണ്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താനായി തുടങ്ങി. ആദിമ മനുഷ്യർ ഇവിടെ ഭക്ഷണ ആവശ്യത്തിനായിട്ട് ഇണക്കി വളർത്തിയിരുന്നവയാണ് ആട്, ചെമ്മരിയാട് എന്നിവ. എന്നാൽ വേട്ടയാടലിനും കാവലിനുമായിട്ട് ആദ്യം ഇണക്കി വളർത്തിയതും ഇണങ്ങി ചേർന്നതും നായയാണ് കേട്ടോ. അതിനുശേഷം കൃഷിയുടെ ആരംഭം അതെങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിച്ചു. ആദിമ മനുഷ്യർ ഭക്ഷണം കഴിച്ച് വലിച്ചെറിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈ അല്ലെങ്കിൽ വിത്തുകളൊക്കെ പൊട്ടിമുളച്ച് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു കൃഷി എന്നൊരു ഐഡിയയിലേക്ക് അവർ എത്തിയത്. ആദ്യകാലങ്ങളിൽ അവർ കൃഷി ചെയ്തിരുന്ന വിളകളാണ് ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയൊക്കെ. ഇത്തരത്തിൽ കൃഷി ആരംഭിച്ച് അവർ ഫലഭൂയിഷ്ടമായ മണ്ണും വളക്കൂറുള്ള മണ്ണും ആവശ്യമായ ജലവും ലഭിക്കുന്ന നദീതടങ്ങളിൽ കൃഷി ചെയ്ത് അവർ അവിടെ സ്ഥിരവാസം ആരംഭിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തില് കൃഷിയിടങ്ങൾക്ക് സമീപം അവർ ഈ ഒരു ജനത സ്ഥിരവാസമാക്കുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്? ഒന്നാമത്, ഇവർ അടുത്ത് തന്നെ ആയതുകൊണ്ട് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. ഭക്ഷണം തേടി അവർക്ക് അലഞ്ഞു തിരിയേണ്ട ആവശ്യം വരുന്നില്ല. അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യരാണ് ഇവിടെ സ്ഥിരതാമസമായി കൃഷിയെല്ലാം ആരംഭിച്ച് അവിടെ സെറ്റിൽ ആവുന്നത്. അപ്പൊ ഈ ഭക്ഷണം തേടിയുള്ള അലച്ചിൽ അവർക്ക് വേണ്ടി വരുന്നില്ല. അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത അവർക്ക് കൂടുതലായി.
ഭക്ഷ്യവസ്തുക്കൾക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല. പിന്നീട് കൂടുതൽ വിശ്രമ സമയം കിട്ടി എന്നതും ഒരു കാരണമാണ്. ഇവർ അവിടെ തന്നെയാണല്ലോ സ്ഥിരതാമസമായിട്ടുള്ളത്. അപ്പൊ കൂടുതൽ വിശ്രമ സമയം കിട്ടി. അതുപോലെ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ അവർക്ക് സംഭരിച്ചു വെക്കാൻ സാധിച്ചു. സർപ്ലസ് ആയിട്ട് അവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, അവർക്ക് സംഭരിച്ചു വെക്കാൻ സാധിച്ചു. പിന്നീട് അത് വാണിജ്യങ്ങളിലേക്കും ഈ സ്ഥിരതാമസം ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയൊക്കെ വികാസത്തിനും കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം വരുന്നത്? ആദിമ മനുഷ്യർ അന്നന്നേക്ക് മാത്രമായിട്ടുള്ള ആവശ്യമായ ഭക്ഷണമാണ് അവർ ശേഖരിച്ചിരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കൃഷിയുടെ പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം സർപ്ലസ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് അവർ പ്രത്യേക സൗകര്യങ്ങൾ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ആവശ്യമായിട്ട് ഒന്ന് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കണമല്ലോ. അവർ അതിനായിട്ട് മൺപാത്രങ്ങൾ, മൃഗത്തിന്റെ തോല് കൊണ്ട് നിർമ്മിച്ച പ്രത്യേക സഞ്ചികൾ, അതുപോലെ റീഡ് എന്ന് പറയും, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മൺഭരണികൾ, പത്തായം പോലെയുള്ള സൗകര്യങ്ങൾ, പത്തായങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അത്തരത്തിലുള്ള സൗകര്യങ്ങൾ, മരത്തിന്റെ പാത്രങ്ങൾ, മരം കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, ഇവയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇത്തരം സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്ന മിച്ച ഭക്ഷ്യവസ്തുക്കൾ, അധികം വന്നിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചു വെക്കാനായിട്ട് തുടങ്ങി. ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് ആദ്യകാലത്തെ കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആധുനിക തരത്തിലുള്ള കാർഷിക ഉപകരണങ്ങളൊന്നും അന്ന് ലഭ്യമല്ലല്ലോ. അപ്പൊ അവർ അവരുടെ ആവശ്യങ്ങൾക്കായി മണ്ണ് ഇളക്കി വിത്ത് കുഴിച്ചിടാനൊക്കെ സഹായകരമായിട്ടുള്ള ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നത് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയൊക്കെയായിരുന്നു. മൃഗങ്ങളുടെയൊക്കെ കൊമ്പ്, എല്ല്, അതുപോലെ മറ്റു ചില കമ്പ്, കല്ല് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചാണ് മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാനൊക്കെ ആയിട്ട് ആദ്യകാല ജനങ്ങൾ ഇത്തരത്തിലുള്ള കാർഷിക ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു മൺപാത്രങ്ങളിലൊക്കെ അവർ ഭക്ഷ്യവസ്തുക്കൾ, മിച്ചമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്തരം സൗകര്യങ്ങളിലൊക്കെയാണ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതിൽ മൺപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു, മണ്ണ് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോലെ, മൺകട്ട വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോവും. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ പിന്നീട് മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അതായത് മിച്ച ഭക്ഷ്യവസ്തുക്കൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എങ്ങനെയെല്ലാമാണ് സൂക്ഷിച്ചിരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിൽ മൺപാത്ര നിർമ്മാണം, കളിമണ്ണ് കുഴച്ച് പാത്രങ്ങൾ ഉണ്ടാക്കി അവ ചുട്ടെടുത്താൽ അവയിൽ വെള്ളം ശേഖരിക്കാമെന്നും ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാമെന്നും അവ ചൂടാക്കാമെന്നും ഒക്കെ കാലങ്ങളിലൂടെ ആദിമ മനുഷ്യർ മനസ്സിലാക്കിയെടുത്തു. അതേ തുടർന്നാണ് ചക്രത്തിന്റെ കണ്ടുപിടുത്തം വരുന്നത്. അതായത് മൺപാത്ര നിർമ്മാണത്തിനുള്ള ചക്രം, പോട്ടേഴ്സ് വീൽ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചക്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഇത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ പ്രധാന വഴിത്തിരിവായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉൽപാദനം വ്യാപകമായി. ഇത് കളിമൺ പാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. പിന്നീട് നമ്മൾ ധാന്യപ്പുരകളെ കുറിച്ചാണ് പറഞ്ഞത്. കുറച്ചധികം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ ചെറിയ ചെറിയ സംവിധാനങ്ങളിലൂടെ മാത്രമല്ല, ധാന്യപ്പുര പോലെയുള്ള ഗ്രാനറി, ധാന്യപ്പുരയിലൊക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര അഥവാ ഗ്രാനറി എന്ന് പറയുന്നത്. ഇവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്? സിന്ധു നദീതട സംസ്കാരത്തിന്റെ, അതായത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഈ പറഞ്ഞ ധാന്യപ്പുര അല്ലെങ്കിൽ ഗ്രാനറി എന്നത്. ഇത് ഇഷ്ടിക അഥവാ ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ചതാണ്.
ഇത് നമ്മുടെ നാട്ടിലെ പത്തായത്തിന് അല്ലെങ്കിൽ ഭരണികൾക്കൊക്കെ വലിയ വലിയ ഭരണികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ഭരണികൾക്കും പത്തായങ്ങൾക്കും ഒക്കെ പോലെ തന്നെ ഉപയോഗിച്ചിരുന്നവയാണ്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നതിനുള്ള തെളിവുകളൊക്കെ, ഇത്തരത്തിൽ ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നു എന്നുള്ളതിനൊക്കെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് അവർ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി, സ്ഥിരതാമസം തുടങ്ങി. അതിനുശേഷം അവർ അധികമായി വന്ന സർപ്ലസ് ആയിട്ട് വന്ന ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. സൂക്ഷിച്ചു വെക്കുന്നതിന്റെ അളവ് വർദ്ധിച്ച് ഗ്രാനറി പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതിൽ നിന്ന് നമ്മൾ അടുത്ത് പറഞ്ഞത് വികസനം സംഭവിച്ച് ഇവർ വാണിജ്യത്തിലേക്ക്, അതായത് അധികമുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും ആവശ്യമുള്ളവർക്ക് നൽകുകയും അത്തരത്തിലുള്ള വാണിജ്യം, വ്യാപാരം സംഭവിക്കുകയും വികസനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ള ഇവരുടെ ആദിമ മനുഷ്യരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം, ആവശ്യത്തിലധികമായി വന്ന ഭക്ഷ്യവസ്തുക്കൾ അവർ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല ചെയ്തത്. എന്താണ്? അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവർ കൈമാറ്റം ചെയ്യുകയും ചെയ്തു, കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. നിങ്ങൾ ബാർട്ടർ സംവിധാനത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിക്കുന്നതിനായിട്ട് മറ്റുള്ളവർക്ക് ആവശ്യമായ വസ്തുക്കൾ, നമ്മുടെ കയ്യിൽ അധികമായുള്ള വസ്തുക്കൾ കൊടുക്കുകയും അത്തരത്തിൽ സാധന കൈമാറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. അതാണ് കൈമാറ്റ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ബാർട്ടർ സമ്പ്രദായം. ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യുന്നതിന് ഒരു ചരിത്ര രേഖ കൂടി പറയുന്നുണ്ട്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ സമാഹരിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. മനസ്സിലായല്ലോ? അതായത് അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ അവർ നൽകി, അവർക്ക് ആവശ്യമായ വസ്തുക്കൾ അവർ മേടിച്ചു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോ ഇത്തരത്തിൽ നടന്നിരുന്ന ദക്ഷിണേന്ത്യയിലെ ഭക്ഷണ കൈമാറ്റത്തെ കുറിച്ച് സൂചനകളുണ്ട് എന്നാണ് പറയുന്നത് സംഘകാല കൃതികളിൽ. ഏതാണ്ട് 1500 വർഷം മുമ്പുള്ള സംഘകാല കൃതികളിൽ ഇതിന് തെളിവ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അത് മനസ്സിലായോ? കുറച്ചുകൂടെ മനസ്സിലാവാൻ പാകത്തിന് ഇതാ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യം ബാർട്ടർ സിസ്റ്റം പോലെയുള്ള സാധനങ്ങളുടെ കൈമാറ്റം സംഭവിക്കുന്നുണ്ട്. അത് പിന്നീട് എന്തായി? ചെറിയ കച്ചവട രീതിയായി മാറി. പിന്നീട് അത് ചന്തകൾക്ക് രൂപം കൊടുത്തു. പിന്നീട് കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായി. അതേ തുടർന്ന് അവ നഗരങ്ങളായിട്ട് വികസിക്കുകയാണ് ചെയ്തത്. അത് ക്ലിയർ ആണല്ലോ? ഇത്തരത്തിൽ നഗര രൂപീകരണമൊക്കെ സംഭവിച്ചപ്പോൾ, ഈ ഒരു വികസനം സംഭവിച്ചപ്പോൾ നമ്മുടെ പ്രദേശത്ത് മാത്രമായി നിലനിന്നില്ല. അതായത് ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല മറ്റു ദേശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുകയും പിന്നീട് വലിയ വികസനത്തിന് അത് കാരണമാവുകയും ചെയ്തു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്തു മാത്രമായി ഒതുങ്ങി നിന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായിയാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൈമാറ്റമാണ് പ്രധാനമായും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ചില സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ഏതൊക്കെയാണ്?
ഒന്ന് കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകാണിത്. കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യയിലാണ് കുരുമുളകിന്റെ ജന്മദേശം. കുരുമുളകിനെ എന്താണ് നമ്മൾ പെപ്പർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്നൊരു ഘടകമാണ് കേട്ടോ. പെപ്പറിൻ എന്ന ഘടകമാണ് ഇതിന് എരിവ് നൽകുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും ഒക്കെ നൽകാനായിട്ടുള്ള സഹായകമായ രീതിയിലുള്ളൊരു ഔഷധമാണ് ഈ പറഞ്ഞ കുരുമുളക്. അതുകൊണ്ട് തന്നെ ഇതിന് അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമാണ് ഉള്ളത്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. അടുത്തത് ഇതെന്താണ്? ഇത് ഏലക്കയാണ് അല്ലെ. ഏലക്ക സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലക്കയാണ് കേട്ടോ. കേരളത്തിലും ആസാമിലും ഒക്കെ ധാരാളമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ഒരു ഏലക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏരിയയിലാണ് ഏലത്തിന്റെ ജന്മദേശം. ഇതെന്താണ്? ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. എന്നാൽ ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്നാണ് കരുതപ്പെട്ടു വരുന്നത്. ഓക്കെ, ഇത് എന്താണ്? ക്ലോ ആണ്, ഗ്രാമ്പു. നമ്മുടെ കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലുമാണ് പ്രധാനമായിട്ടും ഗ്രാമ്പു കൃഷി ചെയ്തു വരുന്നത്. മസാലകളിലാണ് കൂടുതലായിട്ടും ധാരാളമായി ഗ്രാമ്പു ഉപയോഗിച്ച് വരുന്നത്. ഇത് ചൈനക്കാരാണ് ആദ്യമായിട്ട് സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയത്. അവരാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. ചൈനക്കാരാണ് ഗ്രാമ്പു ആദ്യമായിട്ട് സുഗന്ധ വ്യഞ്ജനമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇത് കറുവപ്പട്ട, സിനമൺ നമുക്കറിയാം. ഇപ്പൊ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ കറുവപ്പട്ട മരത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം എവിടെയാണെന്ന് അറിയാമോ? അത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് പുരാതനമായിട്ടുള്ള കറുവ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. ഓക്കെ, ലാസ്റ്റ് തന്നിരിക്കുന്നത് ജാതിക്കയാണ്. ജാതിക്കായാണിത്. ഇത് ജാതി പത്രിയാണ്, ജാതി ഇല. അപ്പൊ ജാതി പത്രിക്കാണ് വില കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ധാരാളം ഔഷധ ഗുണം നിറഞ്ഞ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഈ പറഞ്ഞ ജാതിക്ക. ഈ ജാതിക്ക മധ്യകാലഘട്ടത്തില് അറബികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ ജാതിക്ക വൻതോതിൽ വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചരിത്ര രേഖകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങൾ. അവയുടെ കുഞ്ഞു ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. അത്രയേറെ വിലമതിക്കാനാവാത്ത വിധമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറഞ്ഞ കണക്കുകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകളാണ് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അങ്ങനെ കൃഷി വ്യാപിച്ചു, കച്ചവടം വ്യാപിച്ചു. കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾക്ക് തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആവട്ടെ, മറ്റ് വെജിറ്റബിൾസ് ആവട്ടെ, എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവയാണോ? അല്ലല്ലോ. അപ്പൊ അത് എങ്ങനെ സംഭവിച്ചു? ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരം വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത് പേരയ്ക്ക. ജന്മദേശം എവിടെയാണെന്ന് അറിയാമോ? മെക്സിക്കോയാണ് കേട്ടോ. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ്. മെക്സിക്കോ. ഉഷ്ണമേഖല ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് പേരയ്ക്ക ഇന്ത്യയിൽ എത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി എന്നിവയൊക്കെ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക അറിയപ്പെടുന്നത്. ഈ പേരയ്ക്കയെ ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. ഈ പേരയ്ക്കയിൽ വൈറ്റമിൻ എ, ബി, സി എന്നിവ അടങ്ങിയിരിക്കുന്നു. അടുത്തത് പപ്പായ. പപ്പായയുടെ ജന്മദേശവും മെക്സിക്കോ തന്നെയാണ് കേട്ടോ. മെക്സിക്കോയാണ്.
കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ് കൈതച്ചക്കയുടെ ജന്മദേശം. ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാര് തന്നെയാണ്. സ്വർഗീയ ഫലം എന്നാണ് കൈതച്ചക്ക അറിയപ്പെടുന്നത്, സ്വർഗീയ ഫലം. അടുത്തത് കശുവണ്ടിയാണ്. കശുവണ്ടി ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ് കേട്ടോ. കൈതച്ചക്കയുടേത് പോലെ തന്നെ കശുവണ്ടിയും ബ്രസീലിൽ നിന്നാണ്. ഇവരെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാർ തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി കൃഷി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ, കണ്ണൂർ ജില്ലയിലാണ്. എന്നാൽ കശുവണ്ടി വ്യവസായം കേരളത്തിൽ കൂടുതൽ കണ്ണൂരിലല്ല, കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി കൃഷി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലും കശുവണ്ടി വ്യവസായം കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലുമാണ്. ഓക്കെ, മരച്ചീനി അഥവാ കപ്പ എവിടെയാണ്? ജന്മദേശം ബ്രസീൽ തന്നെയാണ്. തെക്കേ അമേരിക്ക എന്നും പറയപ്പെടുന്നുണ്ട്, ബ്രസീൽ എന്നും പറയുന്നുണ്ട്. അപ്പൊ ബ്രസീലാണെന്ന് മനസ്സിലാക്കി വെക്കാം. കേരളത്തിൽ ആദ്യം വന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിൽ ഇത് പ്രചരിപ്പിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവാണ്. മരച്ചീനി തിരുവിതാംകൂറിൽ പ്രചരിപ്പിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് കിഴങ്ങു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഇനം മരച്ചീനി അഥവാ കപ്പയാണ് ശ്രീവിശാഖം എന്നത്. ശ്രീവിശാഖം. ഓക്കെ, അപ്പൊ കേരളത്തിൽ തിരുവിതാംകൂറിൽ പ്രചരിപ്പിച്ചത് ഈ കപ്പ അല്ലെങ്കിൽ മരച്ചീനിയെ പ്രചരിപ്പിച്ചത് വിശാഖം തിരുനാൾ മഹാരാജാവാണ്. തിരുവനന്തപുരത്തെ കിഴങ്ങു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഇനം മരച്ചീനി അഥവാ കപ്പയാണ് ശ്രീവിശാഖം. അവസാനമായിട്ട് ഇവിടെ ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം എവിടെയാണ്? പെറു ആണ് കേട്ടോ, പെറു. ഓക്കെ, ക്ലിയർ ആണല്ലോ. പേരക്ക എവിടെയാണ്? മെക്സിക്കോ. പപ്പായ എവിടെയാണ്? പപ്പായ മെക്സിക്കോ ആണ്. കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി എന്നിവയൊക്കെ ബ്രസീലാണ്. ഉരുളക്കിഴങ്ങ് എവിടെയാണ്? പെറു ആണ്. ക്ലിയർ ആണല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു തിരിച്ചറിയൽ കാർഡ് പോലെ തയ്യാറാക്കി എന്നുള്ളതാണ്. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഭക്ഷണത്തിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളിലേക്ക് എത്തിയത് എന്നും മനസ്സിലായി. എന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എന്നത് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ കൂടി ഭക്ഷണത്തിൽ പോലും അസമത്വം ഉണ്ടായിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു നമുക്ക്, അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നും അത് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയ കുറച്ച് മനുഷ്യരെ കുറിച്ചും അവരുടെ പ്രതിഷേധങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഇനി പഠിക്കുന്നത്. ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മിശ്രഭോജനം ശ്രദ്ധിക്കണം, PYQ ആണ്, ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായിട്ട് വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. അപ്പോൾ ഇവിടെ ഒരു അസമത്വം സംഭവിച്ചു. ജാതി വ്യവസ്ഥ കാരണമാണ് ഈ ഒരു അസമത്വം ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ച് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് മിശ്രഭോജനം നടത്തിയത്. മിശ്രഭോജനം ഈ വിവേചനത്തിനെതിരെ, ഈ ഒരു അസമത്വത്തിനെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന
പ്രതിഷേധമാണ് മിശ്ര ഭോജനം എന്നത്. എന്നാണ്? 1917 മെയ് 29 എവിടെ വെച്ചാണ്? എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ്. ഭക്ഷണം അടിസ്ഥാന ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവേചനങ്ങളൊന്നും പാടില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ തന്നെ നിരോധിച്ചിട്ടുമുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. സാമൂഹികമായിട്ടുള്ള വിവേചനം മാത്രമല്ല, ജാതി വ്യവസ്ഥ മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഇനി ഇതാ ഇവിടെ കുറച്ച് തലക്കെട്ടുകൾ, പത്രവാർത്താ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. വിശന്നു കരയുന്ന കുട്ടികൾ, സിറിയയിൽ കൊടും പട്ടിണി. യുക്രൈനിലെ യുദ്ധം, ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും. അതിരൂക്ഷമായ വരൾച്ച, സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. അപ്പൊ ഈ ഒരു പത്രവാർത്തകളിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട്, കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ കൊണ്ട്, യുദ്ധം, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, തൊഴിലില്ലായ്മ, അത്തരത്തിലുള്ള സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം എല്ലാം കൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ജനങ്ങൾ പട്ടിണിയാണ്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമൊക്കെ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അത്തരത്തിൽ പട്ടിണിയിലായ, ഭക്ഷ്യക്ഷാമം അനുഭവിച്ച ഒരു ചരിത്രത്തിലെ ഏടാണ് ഇവിടെ പറയുന്നത്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണമടയുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമക്കാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നാണ് കണക്ക്. ബംഗാളിലെ ക്ഷാമപ്രദേശത്ത് ജനങ്ങൾ ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യമായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായിട്ടുള്ള സാമ്പത്തിക ചൂഷണം കാരണമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. 1943 ബംഗാളിലെ ക്ഷാമം, ബംഗാൾ ഫാമിൻ ഉണ്ടാകുന്നത്. ഈ ക്ഷാമത്തിൽ 30 ലക്ഷത്തോളം പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. അപ്പോ സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്കുള്ള മറ്റൊരു കാരണം എന്ന് നമ്മൾ പറഞ്ഞു. എക്കാലത്തും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെ ചിലർക്ക് യഥേഷ്ടം ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16, ഇതാണ് നമ്മൾ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഡയറിയിൽ പറഞ്ഞ ഡേറ്റ്, ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു. ഓക്കെ, ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിനൊരു ഉദാഹരണമായി പറയാവുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഇത്തരത്തിൽ ഭക്ഷണം ഉറപ്പുവരുത്തുക, എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഇവിടെ പഠിക്കുന്നത്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എന്താണ് ലക്ഷ്യം?
എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS, റേഷൻ കട പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുക, എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പൊതു നയം അല്ലെങ്കിൽ പൊതു ലക്ഷ്യം എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും നിയമപരമായിട്ടുള്ള അവകാശമാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി ഭക്ഷണം പങ്കുവെക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം ഓരോരുത്തരും പാഴാക്കി കളയുന്നുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. നമുക്കത് മനസ്സിലായ കാര്യമാണ്. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായി സാധിക്കുന്നുണ്ട്. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പൊ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനായി ശ്രദ്ധിക്കണം. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം തുടരുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് അത് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റും പരിഹാരമായിട്ടാണ് ചെറുധാന്യങ്ങളെ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് 2023. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത്. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളെയാണ് ചെറുധാന്യങ്ങൾ എന്ന് പൊതുവെ പറയുന്നത്. ഏതൊക്കെയാണ്? ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവയാണ് ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. അപ്പോ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യ ഇനങ്ങളാണ്. ഇവ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാനായി നമ്മെ സഹായിക്കുന്നു. ഉദാഹരണം എന്തൊക്കെയാണ്? റാഗി, മണിച്ചോളം അഥവാ ജോവർ, ബാർലി, വരക്, ബജ്ര, തിന എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായിട്ടുള്ള അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പൊ ഭക്ഷണത്തിന്റെ നാൾവഴികളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയിന്റ്സ് ഒക്കെ കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, നോട്ട് എഴുതണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഏത് രീതിയാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.